തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ വീണ്ടും ഭരണം ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്റ്റാലിൻ സർക്കാർ. പൊതുജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാം എന്നതിനെ കുറിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് അവിടെ സ്റ്റാലിൻ സർക്കാർ ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ സ്ത്രീ വോട്ടർമാരെയാണ് പ്രത്യേകമായി തന്നെ ഇതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഉറപ്പിക്കാനാണ് ഇവിടെ വലിയ രീതിയിലുള്ള പരാക്രമങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം അവിടെ ആളിക്കത്തിക്കാതിരിക്കാനുള്ള ചെപ്പടി വിദ്യ അടക്കം ഇത്തരത്തിൽ ഓരോ കൺകെട്ട് വിദ്യയിലൂടെ തന്നെ അവർ പരിശ്രമിക്കുന്നു എന്നതാണ് പരക്കെ സംസാരമായി തന്നെ ഉയരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ തമിഴ്നാട്ടിൽ സ്ത്രീ വോട്ടർമാരുടെ വോട്ടാണ് കൂടുതലായി തന്നെ സ്റ്റാലിൻ സർക്കാർ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ആദ്യ പടി എന്നോണം തന്നെ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5000 രൂപ വീതം നിക്ഷേപിക്കാനാണ് സർക്കാർ അവിടെ തിടുക്കം കൂട്ടുന്നത്. പ്രതിമാസം 1000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമാണിത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് 1.31 കോടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല, ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പെരുമാറ്റച്ചട്ടം അത് നിലവിൽ വരുന്നതോടുകൂടി തന്നെ ക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇത്തരത്തിൽ സ്റ്റാലിന്റെ ഈ ഒരു നീക്കം അവിടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. മാത്രമല്ല, ഫെബ്രുവരിയിലെ ആ ഒരു തുകയ്ക്കൊപ്പം തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിലെ തുക കൈമാറുകയും ചെയ്യുമെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ തന്നെ വേനൽക്കാല പ്രത്യേക ആനുകൂല്യമായി 2000 രൂപയും കൈമാറിയതോടെയാണ് ആകെ തുക 5000 ആയി തന്നെ ഉയർന്നിരിക്കുന്നത്. തമിഴ്നാട് സ്ത്രീകളുടെ പിന്തുണയോടുകൂടി തന്നെ അടുത്ത തവണയും തങ്ങൾക്ക് വലിയ രീതിയിൽ അധികാരം കൈപ്പറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമെന്നതാണ് അവിടെ സ്റ്റാലിൻ സർക്കാർ ഇവിടെ എടുത്തു വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ. 1000 രൂപ എന്നത് 2000 രൂപയായി ഉയർത്തുകയും എൻ്റെ സഹോദരിമാർക്ക് ഈ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ നൽകുന്ന ഉറപ്പാണിതെന്നും അതേപോലെ തന്നെ നമ്മൾ ഒന്നായി തന്നെ വിജയിക്കും എന്നതായിരുന്നു സ്റ്റാലിൻ ഇതിനോടായി തന്നെ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി 3 മാസത്തേക്ക് തുക മുടക്കാൻ ചിലർ ശ്രമിക്കുന്നതായും, എന്നാൽ നമ്മുടെ ദ്രാവിഡ മോഡൽ സർക്കാരിൻ്റെത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത് നൽകുകയാണ് ചെയ്യുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിലെ അഡ്വാൻസ് തുകയായ 3000 രൂപയും വേനൽക്കാല പ്രത്യേക പാക്കേജായി 2000 രൂപയും ചേർത്ത് 1.31 കോടി ഗുണഭോക്താക്കൾക്കും ഈ ഒരു ഗുണനിലവാരം അതായത് ഇത് നൽകുന്ന ദിവസം രാവിലെ തന്നെ പ്രത്യേകമായി ഇവരുടെ അക്കൗണ്ടുകളിൽ ലഭ്യമാകുകയും ചെയ്യും എന്നതായിരുന്നു വ്യക്തമാക്കിയത്. പ്രതിപക്ഷം അവിടെ ഉണരും മുൻപേ തന്നെ ഗോളടിച്ചു എന്നതായിരുന്നു പാർട്ടിയുടെ അവകാശവാദം. ഗ്രാമീണ മേഖലയിലെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുവാനും ഭരണവിരുദ്ധ വികാരം മറികടക്കുവാനും ഈ അർദ്ധരാത്രി ഓപ്പറേഷൻ വലിയ രീതിയിൽ സഹായകരമാകുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് എത്ര കണ്ട് സ്റ്റാലിൻ സർക്കാരിന് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ടാകുമെന്നതും ഇനി കണ്ടു തന്നെ അറിയേണ്ട മറ്റൊരു വസ്തുതയായി മാറുന്നു. അതേസമയം സ്റ്റാലിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തെ അവിടെ കളി തുടങ്ങും മുൻപേ സ്റ്റാലിൻ അടിച്ച ഒരു സിക്സർ എന്നതായിരുന്നു DMK അനുകൂലികൾ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ഇതുവരെയും BJP-യോ അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളോ രംഗത്ത് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ BJP അടക്കം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകുമോ എന്നതും ഇനി ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.